കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വന്നേക്കാം. അതേസമയം ഇന്നലെ പ്രഖ്യാപിച്ച ആദ്യഘട്ട പട്ടികയിലെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുണ്ട്. അവർ കാര്യമായി തന്നെ രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് വിവരങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളുമായുള്ള വിവരങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ടായേക്കാം. സുധാകരനെ അടക്കം അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി ഡൽഹിയിൽ തുടരുന്നുണ്ട്. നേതാക്കൾക്കിടയിലെ ഭിന്നതയും കോൺഗ്രസിന് വലിയൊരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. അതും പരിഹരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, സീറ്റിനായി കെ സുധാകരൻ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിൽ കണ്ണൂരിൽ പരസ്യമായി സുധാകരനെ അനുകൂലിക്കുന്നവർ തെരുവിലിറങ്ങി. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പന്തം കൊളുത്തി പ്രകടനം നടന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ദൃശ്യങ്ങളിലേക്ക് വരാം. സുമേഷ് മോറാഴ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സുമേഷ്, സുധാകരന് വേണ്ടി പോസ്റ്ററുകൾ പതിക്കുന്നു, അണികൾ തെരുവിലിറങ്ങുന്നു. കണ്ണൂരിലെ മറ്റു മണ്ഡലങ്ങളിലെ സാധ്യതകളുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ നേതാക്കൾക്കിടയിലുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. എന്താണ് ഇന്നലെ അടക്കം കണ്ണൂരിൽ സുധാകരൻ തട്ടകത്ത് സംഭവിക്കുന്നത്? രഞ്ജിത്ത്, കണ്ണൂരിൽ കെ സുധാകരൻ അപ്രസക്തമാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ഏകദേശം 12 മണിയോടുകൂടി ഈ സുധാകരൻ അനുകൂലികളുടെ പന്തം കൊളുത്തി പ്രകടനം നടന്നത്. അതായത് സുധാകരന് കണ്ണൂർ സീറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെയും മിഞ്ഞാന്നുമായി ഈ സുധാകരൻ അനുകൂലികൾ ഈ സീറ്റിന് വേണ്ടിയുള്ള കടുംപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി DCC പരിസരത്ത് നിന്ന് ഏകദേശം 20 പേർ അടങ്ങുന്ന സംഘം ഇതുപോലെ സുധാകരന് വേണ്ടി ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. നമ്മുടെ ഓമന നേതാവാണ് കെ സുധാകരൻ. അങ്ങേക്ക് 1000 അഭിവാദ്യങ്ങൾ തുടങ്ങിയ മുദ്രാവാക്യമാണ് വിളിച്ചത്. അങ്ങ് ഭരിക്കുന്ന കോൺഗ്രസ് ആണ് കണ്ണൂരിലെ കോൺഗ്രസ്. നേതാക്കൾ പലതുണ്ട് ഇവിടെ. അതിലും ഏറ്റവും വലുതാണ് സുധാകരൻ. അതുകൊണ്ട് സുധാകരൻ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് 20 പേരടങ്ങുന്ന സംഘം ഇന്നലെ ഈ സുധാകരന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഫ്ലക്സ് ബോർഡുകൾ DCC ഓഫീസിന്റെ പരിസരത്തും അതുപോലെ തന്നെ പേരാവൂരിലും ഇതുപോലെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ കെ സുധാകരൻ എത്തുന്നു എന്നുള്ളതാണ്. അതായത് KS ആണ് ഞങ്ങളുടെ വികാരം. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനെ ഇറക്കാൻ KS അല്ലാതെ മറ്റാരും ഇവിടെ ഇല്ല എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് കണ്ണൂരിന്റെ പല ഭാഗത്തും ഇതുപോലെ ഉയർന്നു. ഏതായാലും ഇന്ന് നടക്കുന്ന കെ സുധാകരന്റെ പത്രസമ്മേളനത്തിന് ശേഷവും കെ സുധാകരൻ അനുകൂലികൾ ഇതുപോലുള്ള പ്രകടനം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് കണ്ണൂരിലെ സാഹചര്യം. ഏതായാലും സുധാകരൻ ഒരുപക്ഷെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കാം എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളെ കാണാതിരിക്കാൻ സുധാകരനെ നിർബന്ധിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അപ്പോഴും വലിയ സമ്മർദ്ദം സുധാകരൻ്റെ ഭാഗത്തുനിന്ന് സീറ്റിനായി ഉണ്ട് എന്നുള്ളതാണ്. സുധാകരൻ അറിയാം തൻ്റെ ലാസ്റ്റ് ചാൻസാണ് ഇത്. ഭരണത്തിൽ വന്നാൽ ഭരണത്തിൻ്റെ പ്രധാന പൊസിഷനിൽ ഇരിക്കേണ്ട ഒരു നേതാവ് കൂടിയാണ് സുധാകരൻ, സംശയമില്ല. അതടക്കമുള്ള സാധ്യതകൾ അദ്ദേഹം തേടും. ഒപ്പം അടൂർ പ്രകാശും മത്സരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം കൂടിയുണ്ട്. ഇനി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കണ്ണൂരിലടക്കം വലിയ പ്രകടനം നടക്കുന്നു. പക്ഷേ അടൂരിൽ കോന്നിയിൽ പ്രകടനത്തിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും അടൂർ പ്രകാശിൻ്റെ അണികൾ അസംതൃപ്തരാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. അതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കണ്ണൂരിൽ സുധാകരൻ അനുകൂലികളുടെ പ്രകടനം, ഇന്നലെ രാത്രി നടന്ന പ്രകടനം ഒന്ന് കണ്ടു. സുധാകരൻ അനുകൂലികൾ നടത്തിയ പ്രകടനമാണ് പന്തം കൊളുത്തി പ്രകടനം. ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിക്ക് ശേഷമായിരുന്നു ഈ പ്രകടനം. സുധാകരന് സീറ്റ് നൽകണമെന്ന ആവശ്യമാണ് അണികൾ ഉന്നയിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ സാധ്യതകളെ ബാധിക്കും വിധം സുധാകരൻ അനുകൂലികളുടെ വികാരം അത് പടരുകയാണ് എന്ന സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.